ഉള്ള കാര്യം ഉറപ്പാണ്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ധനസുമോ തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ടത് ബീഹാറിലെ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു എന്നാണ്. സിദ്ധേശ്വർനാഥ് ക്ഷേത്രത്തിലാണ് അപകടം. 35 പേർക്ക് പരിക്കേറ്റു. ധനസുമോദ് തുടരുന്നുണ്ട്. സുമോദ്, അതായത് ഏതെങ്കിലും ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി മറ്റോ ആണോ ഇത്തരം ഒരു അപകടം ഉണ്ടായത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് പുലർച്ചെയാണ് ഈ സിദ്ധേശ്വർ ക്ഷേത്രത്തിൽ അപകടമുണ്ടായിട്ടുള്ള വാർത്ത ബീഹാറിൽ നിന്ന് വരുന്നത്. ബീഹാറിലെ ജഹാനാബാദ് ജില്ലയിലെ സിദ്ധേശ്വർ ക്ഷേത്രത്തിൽ ആളുകൾ തിക്കും തിരക്കി, തീർത്ഥാടകരായി എത്തിയവരും വിശ്വാസികളും തിക്കും തിരക്കും ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായതും. ഈ തിക്കിലും തിരക്കിലും 7 പേരുടെ ജീവൻ പൊലിഞ്ഞതായിട്ടാണ് ഇപ്പോൾ ബീഹാർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല 35 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 9 പേരുടെ നില വളരെ ഗുരുതരമാണ് എന്നുള്ളൊരു വിവരമാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. മാത്രമല്ല ഈ സാധാരണ ഹരിയാനയിലും ഇതുപോലെ വിശ്വാസികളുടെ ഒരു തള്ളിക്കയറ്റം മൂലം ഈ തിക്കും തിരക്കിൽ ആളുകൾ മരിക്കുന്നൊരു സാഹചര്യത്തിൽ വളരെ സുരക്ഷ ശക്തമാക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് വ്യാപകമായിട്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളെയും അറിയിച്ചതാണ്. പക്ഷേ ഇവിടെ ആ തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. പൂക്കൾ വിൽക്കുന്നവർ തമ്മിലുള്ള ആദ്യത്തിലുള്ള ഒരു പോരാട്ടം, പിന്നീട് ഈ പൂക്കളുമായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് തിക്കിക്കയറാനുള്ളൊരു ശ്രമം, ഗോപുരവാതിലിലൂടെ കയറാനുള്ള ശ്രമം, ഇതെല്ലാം ഒരുമിച്ച് നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് വന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു ഈ വിശ്വാസികളാണ് ഈ സിദ്ധേശ്വർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ ശ്രാവണ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരുന്നു ഈ ആരാധന നടത്താൻ വേണ്ടി എത്തിയത്. ആ ദിവസമാണ് തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചതായിട്ടുള്ള വിവരം ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്.